അടുപ്പിച്ച് ഓതിയാൽ മതി. استقيموا واعتدلوا. الله أكبر. 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 بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده.
الله أكبر. 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 الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الله أكبر الله أكبر الله أكبر، لا إله إلا الله. الله أكبر الله أكبر ولله الحمد. ഈ വർഷത്തെ ഈദുൽ അദ്ഹ ആഘോഷിക്കാൻ വേണ്ടി ദുബായിലെ അൽമനാർ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നാം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. 4000 വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഒരു പട്ടണത്തിൽ ജനിച്ച് ദൈവിക പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ സഞ്ചരിച്ച് മണ്ണിലും മിണ്ണിലും മനുഷ്യരിലും മാലോകരിലും സ്വാധീനമുറപ്പിച്ച് ഇലാഹി സ്മരണയിൽ ജീവിതം ചിട്ടപ്പെടുത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. സഹോദരങ്ങളെ, അറിയാമോ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 25 അധ്യായങ്ങളിലൂടെ 17 ജുസുകളിലൂടെ 69 സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കൽപ്പന. ഇബ്രാഹിമിനെ കുറിച്ച് കിതാബിലുള്ളത് നീ പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം ആരായിരുന്നു? സിദ്ദീഖൻ. അദ്ദേഹം സിദ്ദീഖായിരുന്നു, സത്യവാനായിരുന്നു. നബിയുമായിരുന്നു. അഥവാ ഇബ്രാഹിം ഒരു സാധാരണ പ്രവാചകനായിരുന്നില്ല. 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരിൽ ഈമാനിക ശക്തിയും നിശ്ചയദാർഢ്യവും ഇഖ്ലാസുമുള്ള 5 പ്രവാചക പ്രമുഖനിൽ ഉലുൽ അസ്മി മിനർ റുസുൽ, അവരിൽ ഏറ്റവും പ്രധാനി. അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, സ്വന്തം ചങ്ങാതിയായി തിരഞ്ഞെടുത്ത പ്രവാചകൻ. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവൻ്റെ മരണാനന്തരം വരെയും അനുസ്മരിക്കപ്പെടുന്നു ഈ പ്രവാചകനെ കുറിച്ച്. ഖിയാമത്ത് നാൾ വരെയും
ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസികൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനല്ലേ? 5 നേരത്തെ നമസ്കാരത്തിലും വിശ്വാസികൾ സൃഷ്ടാവിനെ കൂടാതെ 2 സൃഷ്ടികളുടെ പേര് പറയുന്നുണ്ട്. അതിലൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയാതെ നമുക്ക് പോകാൻ സാധ്യമല്ല. ലോകത്തേതെങ്കിലും ഒരു ഉമ്മത്തിനോട്, ഒരു സമൂഹത്തോട് മറ്റൊരു പ്രവാചകന്റെ മില്ലത്തിനെ, മാർഗത്തെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദിനോട്, മുഹമ്മദ് നബിയുടെ സമൂഹത്തോട് ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റാനാണ്. നോക്കൂ, വിശ്വാസികൾക്ക് നൽകപ്പെട്ട 2 ആഘോഷങ്ങളിൽ ഒന്ന് പൂർണ്ണമായും ഈ ഇബ്രാഹിമി സ്മരണയാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ അമലുകൾ ഭൂരിഭാഗവും ഈ ഇബ്രാഹിമി സ്മരണയിലാണ്. എന്തിനധികം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞില്ലേ, അന ദഅവതു ഇബ്രാഹിം, അന ദഅവതു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നോക്കൂ, ഇത്രയേറെ അംഗീകാരവും സ്വാധീനവും ലോകത്ത് അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ഇതാണ് കാരണം. ഹനീഫൻ മുസ്ലിമ. ഹനീഫ്, ഒരുതരം വളവുകളുമില്ല, ഋജുവായി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യൻ, നേർക്കുനേരെ അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച, അള്ളാഹുവിനോട് മാത്രം അപേക്ഷിച്ച, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്ത പോരാ, ഒരു പരിപൂർണമായ മുസ്ലിം. അള്ളാഹുവിനെയും റസൂലിനെയും നോക്കൂ, പൂർണ്ണാർത്ഥത്തിൽ ഒട്ടും സംശയമില്ലാതെ അനുസരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു. മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയമില്ലാതെ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. എനിക്കെങ്ങനെ കീഴൊതുങ്ങാനാകാതിരിക്കും? പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചര വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു മുസ്ലിം ആകാൻ കഴിയുമോ? OBCയിൽ പേരുള്ളത് കൊണ്ടോ, മതം ചോദിക്കുന്നിടത്ത് ഇസ്ലാം മുസ്ലിം എന്ന് എഴുതി ചേർക്കുന്നത് കൊണ്ടോ, വല്ല പെരുന്നാളിനോ ജുമാക്കോ ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ടോ, ഇനി ചേലാകർമ്മം ചെയ്തത് കൊണ്ടോ, അല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മാത്രം ഇസ്ലാമിന്റെ പേരിൽ നെളിഞ്ഞു നടക്കുന്നവരല്ലേ നമ്മളെല്ലാവരും? ആലോചിക്കണം നാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ഒന്നുമില്ലാതെ ഒരു മറുചോദ്യത്തിനോ ആലോചനകൾക്കോ ന്യായീകരണങ്ങൾക്കോ എക്സ്ക്യൂസുകൾക്കോ അവസരം നൽകാതെ പൂർണ്ണമായി ഏറ്റെടുത്തു. ഒരു സംശയവും ഉണ്ടായില്ല. ആലോചിച്ച് നോക്കൂ, വിജനമായ പ്രദേശത്ത് മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത കൈകുഞ്ഞിനെയും തന്റെ ഭാര്യയെയും വിട്ടുപോകാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ എന്തിന് ചോദിച്ചില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നറിഞ്ഞപ്പോ ബീവി ഹാജറക്ക് തിരിച്ചൊരു അഭിപ്രായവും പറയാനുണ്ടായിരുന്നില്ല. ഇദൻ ലാ യുദയ്യിഉന, എങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് മാത്രം ചിന്തിക്കണം. എൻ്റെ സഹോദരിമാർ ഓർക്കണം ഹാജറയെ കുറിച്ച്, എൻ്റെ മക്കൾ ഓർക്കണം ഒരു കുഞ്ഞിനെ കുറിച്ച്. നോക്കൂ, ആറ്റുനോറ്റ് കാത്തിരുന്ന കുഞ്ഞിളം പൈതലിന്റെ കണ്ഠത്തിൽ കത്തിവെക്കാൻ കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം ചോദിച്ചില്ല എന്തിന്. ഹാജർ തടഞ്ഞില്ല. ആ കുഞ്ഞുമോൻ പോലും വിറളി പിടിച്ചോടിയില്ല. നോക്കൂ നിങ്ങൾ, എന്താണത്? നമ്രൂദിന്റെ അഗ്നികുണ്ഠാരത്തിലേക്ക് വലിച്ചെറിയപ്പോഴും സഹായഹസ്തവുമായി പറന്നെത്തിയ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ പോലും മാറ്റി നിർത്തി എന്റെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളുമെന്ന് തീരുമാനിച്ചു. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ. പറ്റുമോ സഹോദരങ്ങളെ?
ഈ അള്ളാഹു നമ്മുടെ കൂടെയുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, കാന ആഖിറു കലാം ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. ഇബ്രാഹിം ആദ്യം കൂടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, പക്ഷേ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ദുനിയാവിനും പണത്തിനും സമ്പത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം അല്ലേ? ഓരോരുത്തരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. നമ്രൂദിൻ്റെ അഗ്നികുണ്ഠാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു പതർച്ചയും ഉണ്ടായില്ല. നമ്മുടെ അവസ്ഥയോ? ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അള്ളാഹുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ വ്യക്തിത്വം. നമ്മളോ? നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ദീനിനെയും വലിച്ചെറിയാൻ ഒരു മടിയുമില്ലാത്തവർ. എത്ര നിസ്സാരമാണല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എവിടെയാണ് നാം? ഇബ്രാഹിം നബി അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, തലമുറകൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ പ്രാർത്ഥിച്ചു. നമ്മളോ? നമ്മൾ നമ്മുടെ മക്കൾ സമ്പന്നരാകാൻ പ്രാർത്ഥിക്കും അല്ലേ? ദുനിയാവിൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും, ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും, സുഖമായി ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനൊരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് വന്നോ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണ്ടേ? ഇബ്രാഹിം അലൈഹിസ്സലാം മരണശയ്യയിൽ മക്കളോട് ചെയ്തൊരു വസിയ്യത്തുണ്ട്. എന്തായിരുന്നു അത്? വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനി വയാഖൂബ് യാ ബനി ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരണശയ്യയിൽ കിടന്ന് പറഞ്ഞത് അതാണ്. മക്കളെ, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്. നോക്കൂ, നാം ഒരു മരണശയ്യയിൽ കിടക്കുമ്പോൾ നമുക്ക് നൽകാനുള്ള വസിയത്ത് എന്തായിരിക്കും? വീതം വെക്കപ്പെടേണ്ട പറമ്പിനെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, പണത്തെക്കുറിച്ച് അല്ലേ? മറ്റെന്തെങ്കിലും ഉണ്ടോ? ആലോചിക്കണം. തന്നെ ധിക്കരിച്ച സത്യനിഷേധികളോടുൾപ്പെടെ എല്ലാവരോടും കാരുണ്യം, വിട്ടുവീഴ്ചയും ഗുണകാംക്ഷയും അനുകമ്പയും പുലർത്തി. മാത്രമല്ല, അവരുടെ രക്ഷക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞില്ലേ, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അതൊരു പ്രാർത്ഥനയാണ്. എന്നെ ഫോളോ ചെയ്ത് എന്നെ പിൻപറ്റിയവർ അവരെൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നോട് വിമുഖത കാണിച്ചവരോ ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, നീ പൊറുക്കുന്നവനല്ലേ, കരുണ ചെയ്യുന്നവനല്ലേ? നിങ്ങൾ ആലോചിച്ചു. ആരെങ്കിലും ഏതെപ്പിനും ആരോടെങ്കിലും പ്രതികാരം ചെയ്യില്ല. അങ്ങനെ അദ്ദേഹം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതം ഒക്കെ കൊള്ളാം. എന്താ കാരണം? തിന്മയെ തിന്മ കൊണ്ടാണ് നമ്മുടെ പ്രതിരോധം. അവസാനിപ്പിക്കണം. നാട് വിടേണ്ടി വന്നപ്പോഴും, സ്വന്തം മകനെ തൻ്റെ കൈകൊണ്ട് ബലിയർപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോഴും, കുടുംബിനെയും കൊച്ചുമകനെയും ജനശൂന്യമായ മക്കയിൽ മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹുവോട് ആവലാതി പറഞ്ഞില്ല. പരീക്ഷണങ്ങളുടെ മുമ്പിൽ ആവലാതി പറയുകയല്ല വേണ്ടത്. ആവലാതി പറഞ്ഞില്ല, പരാതി പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു സംഭവം നമ്മൾ ഓർക്കണം. ഏറ്റവും കടുപ്പമുള്ള നികൃഷ്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ലൂത്ത് നബിയുടെ ജനതയായ സദ്ദൂം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിനോട് തർക്കിച്ചു. അള്ളാഹ് പറഞ്ഞു, അത് യുജാദിലൂനാ ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം ലൂത്തിൻ്റെ വിഷയത്തിൽ നമ്മളോട് തർക്കിച്ചു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്തായോ? ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇല്ലാത്ത വാക്ക. അദ്ദേഹത്തിൻ്റെ വിവേകം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. പെരുന്നാൾ ആഘോഷിച്ചാൽ പോരാ, യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി അതാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഓരോ പ്രാർത്ഥനയിലും
ഓരോ നമസ്കാരത്തിലും അത് പറയുന്നത്. കണ്ണടയുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ ആദർശം വിട്ട് വ്യതിചലിക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഈ ഈദ്ഗാഹിലിരിക്കുന്ന ഓരോ രക്ഷിതാവിനും, ഓരോ ഉമ്മക്കും, ഓരോ ഉപ്പക്കും ബാധ്യതയുണ്ട്. അത് ഉറപ്പിക്കണം. മാ തഅ്ബുദൂന മിൻ ബഅദി, മരണാസന്നമായ സമയത്താണ് അവർ ചോദിച്ചത്. അവർക്ക് തൃപ്തികരമായ മറുപടി കിട്ടി. ഞങ്ങൾ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. അത്തരമൊരു മറുപടി. ഞങ്ങളൊക്കെ ആരാധിക്കുക ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഒക്കെ റബ്ബിനെയാണ്. അതിലേക്ക് എത്തണം സഹോദരന്മാരെ. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, ഇസ്മായിൽ എന്ന കൊച്ചുമോൻ അല്ല, ഇസ്മായിൽ എന്ന പിന്നീടുള്ള വലിയ പ്രവാചകൻ, അദ്ദേഹം കൗമാരക്കാർക്ക് മാതൃകയാണ്. വളർന്നു വരുന്ന ഇന്നത്തെ ന്യൂജൻ, വൈറലാകാൻ കൊതിക്കുന്ന കൗമാരം, സഹസ്രാബ്ദങ്ങളോളം ചരിത്രത്തിലെ ഇതിഹാസമായി നിൽക്കുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തോളം ഹീറോ ആണോ ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹീറോ ഉണ്ടോ? റീൽസിലും സിനിമകളിലും സൈബർ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ കാണുന്ന ഫിക്ഷൻ ഹീറോ അല്ല ഇസ്മായിൽ, അല്ല, റിയാലിറ്റി ഹീറോ. എൻ്റെ കുട്ടികൾ കേൾക്കണം, ഒരു റിയാലിറ്റി ഹീറോയെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ദീൻ നമ്മോട് കൽപ്പിക്കുന്നത്. നമുക്ക് സാധിക്കണ്ടേ സഹോദരങ്ങളെ? ഏതാനും ദിവസമോ ഏതാനും മിനിറ്റുകളോ മിന്നി പറയുന്ന വൈറൽ താരമായിരുന്നില്ല ഇബ്രാഹിം എന്ന കൊച്ചുമോൻ, ഇസ്മായിൽ എന്ന കൊച്ചുമോൻ. തലമുറകൾക്ക് മാതൃകയായ, അല്ല, ഒരു സിവിലൈസേഷന് തന്നെ തുടക്കം കുറിച്ച, മുത്തുനബിയുടെ പിതാമഹനാവാൻ ഭാഗ്യം സിദ്ധിച്ച, ലോകം കണ്ട ഏറ്റവും നല്ല കൗമാരക്കാരൻ ഇസ്മായിൽ. എൻ്റെ മക്കളെ, നിങ്ങളുടെ ചുണ്ടുകളിൽ ഉണ്ടാകേണ്ടത് ആ നാമമായിരിക്കണം. നിങ്ങൾക്ക് വൈറലാകേണ്ടത് ഇസ്മായിൽ എന്ന താരമായിരിക്കണം. അങ്ങനെയാണ് പെരുന്നാൾ, അതാണ് പെരുന്നാൾ. ആ ഇസ്മായിലിന്റെ ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തലമുറക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. അനിവാര്യമാണ്, അനിവാര്യമാണ്. അതിനാണ് ബലിയർപ്പിക്കുന്നത്. മാംസം തിന്നാനല്ല ബലിയർപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ ഇസ്മായിലി ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാനാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാത്ത ബലിയല്ല. സാധിക്കണം. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ്. നോക്കൂ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഖുർആൻ, സാദിഖൽ വഅദ്. ഏതൊരു അപ്പോയിൻമെന്റ് നിശ്ചയിച്ചാലും സത്യസന്ധനാണ്. എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കൂ, പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും അറിയാറുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇബ്രാഹിം ഈ കുടുംബം. അതിനുവേണ്ടി ഒരു കുടുംബത്തെ പടച്ച റബ്ബ് മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് മക്കത്തേക്ക് പറിച്ചു നട്ടു. ആലോചിക്കണം, നിങ്ങൾ മാപ്പെടുത്തൊന്ന് പരിശോധിക്കണം അതിൻ്റെ ദൂരം. ഉപ്പയും ഉമ്മയും ചോരപ്പൈതലും അടങ്ങുന്ന ഒരു കുടുംബം. എന്നിട്ട് ഉപ്പയോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചുപോയി. പിന്നെ ഹാജറയും കുഞ്ഞും ഇസ്മായിൽ മാത്രമായി അവിടെ. ജീവിതത്തിൽ അതൊരു പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു. നമുക്കറിയാം, ആ പരീക്ഷണത്തിൻ്റെ വിജയമായിരുന്നു വിശുദ്ധമായ സംസം. വിശുദ്ധമായ സംസം. സംസം ഇറക്കുമ്പോൾ, സംസം കുടിക്കുമ്പോൾ, സംസമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഹാജർ എന്ന സഹോദരിയുടെ, ഹാജറ ബീബിയുടെ കഥയാണ്. കരളലിയിപ്പിക്കുന്ന കഥ. ആ കഥ, ആ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ സംസം. അള്ളാഹു ആ കുഞ്ഞിനെ പാഴാക്കിയില്ല. നോക്കൂ, ആ കുഞ്ഞല്ലേ മഹാനായ മുത്തുനബിയുടെ പിതാമഹനായി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ന്യൂജൻ മക്കളെ ഓർക്കുക, ഇസ്മായിലായിരിക്കണം ഇനി നമ്മുടെ ഹീറോ. ഇസ്മായിൽ. നമുക്ക് ഇന്ന് ആലോചിക്കൂ, ഇന്ന് കൗമാരക്കാർക്ക് ഉപദേശം ഇഷ്ടമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല, അല്ലേ? മൈ ചോയ്സ്, മൈ ബോഡി, മൈ ചോയ്സ് പറഞ്ഞു പഠിപ്പിച്ചതാ. എന്താ നമ്മുടെ അവസ്ഥ? എങ്ങനെ സുഖിച്ച് ജീവിക്കാൻ കഴിയുന്നേ പുതിയ തലമുറ ചിന്തിക്കുന്നുള്ളൂ. അതിന് വിഘാതം മാതാപിതാക്കളാണെങ്കിൽ അവരെ കഥ കഴിക്കാൻ ഒരു മടിയുമില്ല എന്ന് വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹം തെളിയിച്ചു, അല്ലേ? നമുക്ക് മാറാൻ സാധിക്കണം സഹോദരന്മാരെ. എൻ്റെ കുട്ടികളെ പ്രത്യേകിച്ച് നമുക്കുണ്ടാകേണ്ടത് ഈ ക്ഷമ എന്ന സ്വഭാവമാണ്. ഇസ്മായിൽ കാണിച്ചതുണ്ടല്ലോ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആ സബർ നൽകി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മാതാപിതാക്കളെ വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ജീവിക്കുന്നതൊരു ഡിജിറ്റൽ ഏജിലാണ്. ഇന്ന് നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഡിജിറ്റൽ ഡിവൈസുകളെയാണ്. ബില്ലടക്കാൻ മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ നമ്മൾ എന്താ എടുക്കണത്? അടുക്കളയ്ക്കല്ലല്ലോ പോണത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും അല്ലേ? ഈ ജനിച്ച കുട്ടികളൊക്കെ ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ ജീവിച്ചവരാണ്, വളർന്നവരാണ്. നമ്മൾ കരുതിയിരിക്കണം, അവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കേണ്ടത് ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കാനല്ല, വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കാൻ പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കാൻ പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞ് ഒരു 10-12 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ ഒരാവർത്തിച്ച് വായിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ് അൽമനാർ സെന്ററിന്റെ മൈതാനത്ത് നിന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബീവി ഹാജറ നമുക്ക് മാതൃകയാകണം. മക്കളുടെ കാര്യത്തിൽ ബീവി ഹാജറ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കാനാവണം. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ നമുക്ക് ദുആ ചെയ്യാനാവണം, പ്രാർത്ഥിക്കാനാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിമി കുടുംബത്തിൻ്റെ സ്മരണകൾ അലയടിക്കുന്ന ഈ പെരുന്നാളിൻ്റെ സുദിനം ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ വചനം നിങ്ങളൊക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കണം എന്ന് ഞാൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. വിശ്വാസികളെ, പരിപൂർണമായി മുസ്ലിമാകാൻ ശ്രമിക്കുക. നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാടുകളുടെ പിന്നാലെ പോകരുത്. അവൻ തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ്. ജീവിതത്തിൽ, ഇടപാടുകളിൽ, ആഘോഷങ്ങളിൽ, വൈവാഹിക രംഗങ്ങളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ചലനങ്ങളിൽ, നിശ്ചലനങ്ങളിൽ, ഭക്ഷണങ്ങളിൽ, പാനീയങ്ങളിൽ, വേഷവിധാനങ്ങളിൽ പിശാചിനെ പിന്തുടരാതിരിക്കാൻ സഹോദരങ്ങളെ, സഹോദരികളെ ശ്രമിക്കുക. ആഘോഷ ദിവസം വിലക്കിയ ഒരു പ്രവർത്തനവും നമുക്ക് അനുവദനീയമാണെന്ന് നാം വിചാരിക്കരുത്. സമൂഹത്തിൽ അറ്റുപോകുന്ന ഏറ്റവും വലിയ ശക്തമായ പ്രശ്നം കുടുംബ ബന്ധങ്ങളാണ്. ചേർക്കുക. മനുഷ്യബന്ധങ്ങളാണ് ചേർക്കുക. മനുഷ്യർക്കിടയിൽ മതങ്ങൾ വേർതിരിവ് സൃഷ്ടിക്കരുത്. അതാണ് ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചത്. സഹിഷ്ണുതാ വർഷത്തിലാണ് നാം ഉള്ളത്. എല്ലാവരോടും സഹിഷ്ണുതയാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. അതാണ് ഇസ്ലാമിൻ്റെയും മുഖമുദ്ര. എല്ലാവരോടും നല്ല ബന്ധം. ആഘോഷങ്ങൾ സൗഹാർദ്ദങ്ങൾ വളർത്താനാകണം, സമാധാനമുണ്ടാക്കാനാകണം. അതിന് വിട്ട ആഘോഷത്തിന് നമുക്കൊരു സാധ്യതയുമില്ല. നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കറിയാം. പറയാതെ പോയിക്കൂടാ. നമ്മൾ ഇസ്മായിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗസയുടെ അവസ്ഥ എന്താ? ഒരുപാട് ഇസ്മായിലുകൾ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പുടഞ്ഞു മരിക്കുകയാണ്. ആലോചിക്കണം നാം അത്. അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി ഭക്ഷണം തടയുന്ന ഭീകരന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടുത്തെ മാതാപിതാക്കൾ ബലിമൃഗത്തെയല്ല അള്ളാഹുവിന് സമർപ്പിക്കുന്നത്, സ്വന്തം ചോര കുഞ്ഞുങ്ങളെയാണ്, സ്വന്തം മക്കളെ, ഇസ്മായിലുകളെയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം സഹോദരങ്ങളെ. ഗസയെ നാം അവശേഷമാക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു. കേവലം ഐക്യദാർഢ്യമല്ല ഇവിടെ ആവശ്യം. ഒരു കാര്യമില്ല, മനമുരുകിയ പ്രാർത്ഥന ഉണ്ടാകണം. മനമുരുകിയ പ്രാർത്ഥന ഉണ്ടാകണം. അറിയണം, ലൂത്ത് നബിയുടെ സമൂഹത്തെ അടിമുടി നശിപ്പിച്ച, നൂഹ് നബിയുടെ സമൂഹത്തെ ജനതയെ പ്രളയത്തിൽ മുക്കിക്കൊന്ന, നമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് തണുപ്പ് നൽകിയ ഫിറഔനെയും കിങ്കരന്മാരെയും സമുദ്രത്തിൽ മുക്കി നാമാവശേഷമാക്കിയ, ഈസാ പ്രവാചകനെ ശത്രുക്കളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തിയ, കഅബയെ നശിപ്പിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ ആനപ്പടയെ അഭാവിയിൽ പക്ഷികളെ അയച്ച് തുപ്പിയ വൈക്കോൽ പോലെയാക്കിയ, ബദറിൽ നിരായുധരായ പ്രവാചകന്റെയും അനുയായികളുടെയും മൂതിരെട്ടി വരുന്ന അബൂജഹലിനെയും കൂട്ടരെയും മുച്ചൂടും നശിപ്പിച്ച, ഒരു തരത്തിലും ജീവനെ അനുഭവിക്കാതെ ആട്ടിപ്പുറത്താക്കിയ മക്കയിലേക്ക് വിജയശ്രീലാലനായി തിരിച്ചു വെക്കാൻ പ്രവാചകനെയും സഹാബത്തിനെയും സഹായിച്ച സർവ്വലോക രക്ഷിതാവായ റബ്ബ് ഇന്നുണ്ട്. ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് യുദ്ധമില്ല, നാം സമാധാനത്തിൻ്റെ ആളുകളാണ്. സംഘബലത്തേക്കാൾ, ആയുധബലത്തേക്കാൾ വിശ്വാസത്തിൻ്റെ ഫലമാണ് നമ്മുടെ വിഷയം. ഫലസ്തീനിന് വേണ്ടി നമുക്കിപ്പോൾ ചെയ്യാവുന്നത് സഹോദരങ്ങളെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി കണ്ടമിടറി, കണ്ണു നിറഞ്ഞ്, ഹൃദയം പിടഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പാതിരാവുകളിൽ
അലാം മുഴങ്ങണം. എഴുന്നേറ്റ് വുദു ചെയ്ത് സിട്ടാവിലേക്ക് നമ്മളുടെ കരങ്ങൾ ഉയർത്തണം. നമ്മുടെ കണ്ണ് നനയണം. വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം. അറിയുക, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പടച്ച റബ്ബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം. അർഹമുർ റഹീമീനായ റബ്ബേ, അർഹമുർ റഹീമീനായ റബ്ബേ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ അത്ഭുതം കാണിച്ചു തന്ന റബ്ബേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചു തന്ന റബ്ബേ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഈ അത്ഭുതം കാണിച്ചു തരണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ പിഞ്ചു മക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നവരെ നീ പാഠം പഠിപ്പിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്ക് നീ വിവേകം നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين وانصر إخواننا المسلمين في كل مكان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر لنا ذنوبنا ويسر لنا أمورنا. اللهم اغفر لنا ذنوبنا ويسر لنا أمورنا وحقق رجاءنا برحمتك يا أرحم الراحمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين، وانصرنا على القوم الكافرين، وانصرنا على القوم الكافرين. اللهم أصلح أحوال شبابنا يا رب العالمين. اللهم أصلحهم يا رب العالمين. اللهم أصلح نياتهم يا رب العالمين. اللهم اجعلهم مسلمين مؤمنين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. Gracias.